നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലമുകളിലെ കനത്ത മഴയെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം തകർത്തൊഴുകി. വേനലിനെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം വറ്റിപ്പോയ നിലയിലായിരുന്നു. ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയിൽ കൊടുങ്ങല്ലൂർ എറിയാട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം. മദ്രസ അധ്യാപകന് 5 വർഷം കഠിന തടവും പിഴയും. മാളയിൽ നിന്നും തൃശൂരിലേക്കുള്ള KSRTC സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രഭാഗങ്ങൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ചാലക്കുടിയിലെ തെരുവനായ ആക്രമണം. അടിയന്തര നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗ തീരുമാനം. രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മലമുകളിലെ കനത്ത മഴയെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം തകർത്തൊഴുകി. വേനലിനെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം വറ്റിപ്പോയ നിലയിലായിരുന്നു. ഞായറാഴ്ച അതിരപ്പിള്ളിയിൽ 62 മില്ലിമീറ്റർ മഴ പെയ്തിരുന്നു. തിങ്കളാഴ്ച അതിനേക്കാൾ ശക്തമായ അളവിലാണ് മഴ പെയ്തത്. കലങ്ങിമറിഞ്ഞ് ചെങ്കൽ നിറത്തിലായിരുന്നു വെള്ളം ഒഴുകിയത്. ചാർപ്പ സജീവമായത് വിനോദസഞ്ചാരികളിൽ ആഹ്ലാദമുയർത്തി. അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയിലെ മൺസൂൺ കാലത്തെ വിസ്മയമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ആനമല പാതയിൽ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയിലാണിത്. മേഖലയിലെ 4ാമത്തെ പ്രധാന ആകർഷണമാണ് ചാർപ്പ. വനാന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെ കുതിച്ചൊഴുകി ആനമല റോഡ് കടന്ന് ചാലക്കുടി പുഴയിലേക്ക് പോകുന്നിടത്താണ് ചാർപ്പ. അതിന്റെ സൗന്ദര്യം പ്രവേശന ടിക്കറ്റൊന്നും കൂടാതെ വാഹനങ്ങളിലിരുന്ന് തന്നെ കാണാനാവുമെന്നതാണ് ഇതിന്റെ നേട്ടം. മൺസൂൺ കാലത്ത് മാത്രമേ ഇത് ദൃശ്യമാകൂ. ചാർപ്പയുടെ മുന്നിൽ ഒരു മഴവിൽ പാലം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ തടസ്സം മൂലം സഞ്ചാരികൾക്ക് പഴയ ദർശനസുഖം ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. സഞ്ചാരികൾക്ക് കുറച്ചുകൂടി വെള്ളച്ചാട്ടം കാണാമെന്ന നല്ല ഉദ്ദേശത്തോടെയാണ് സർക്കാർ ലക്ഷങ്ങൾ മുടക്കി മഴവിൽ പാലം നിർമ്മിച്ചത്. എന്നാൽ ചാർപ്പ നിറഞ്ഞ് കലങ്ങിമറിഞ്ഞ് സമീപത്തൂടെ ഒഴുകുമ്പോൾ പാലത്തിൽ കയറാൻ പലർക്കും ധൈര്യമില്ല. ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. ചൊവ്വല്ലൂർ പടി കൊച്ചിൻ ഫ്രണ്ടിയർ തോട്ടിലാണ് മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായും മുങ്ങിയത്. ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി കരാറെടുത്ത സ്വകാര്യ വ്യക്തിയുടേതാണ് മണ്ണുമാന്തി യന്ത്രം. വറ്റിവരണ്ട് കിടന്നിരുന്ന തോട് തിങ്കളാഴ്ച രാവിലെ മുതലാണ് വൃത്തിയാക്കാൻ തുടങ്ങിയത്. വൈകിട്ട് 5 മണിയോടെ ജോലി അവസാനിപ്പിച്ച് യന്ത്രം തോട്ടിൽ തന്നെ നിർത്തി തൊഴിലാളികൾ മടങ്ങി. തിങ്കളാഴ്ച രാത്രി പെയ്ത മഴയിൽ തോട് നിറഞ്ഞ് യന്ത്രത്തിന്റെ മുകൾ ഭാഗം വരെ വെള്ളമെത്തി. തോട് വൃത്തിയാക്കാൻ 1 മാസം മുൻപ് നടപടികൾ ആരംഭിച്ചതാണെങ്കിലും നഗരസഭയുടെ NOC അടക്കമുള്ള പേപ്പർ വർക്കുകൾ താമസിച്ചതാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ വൈകിയതെന്ന് കരാറുകാർ പറഞ്ഞു. തോട്ടിലെ വെള്ളം വറ്റാതെ മണ്ണുമാന്തി യന്ത്രം പുറത്തെടുക്കാൻ ആകില്ലെന്നും ഉടമ അറിയിച്ചു. ചെളിയും മാലിന്യവും നിറഞ്ഞുകിടക്കുന്ന തോട് വൃത്തിയാക്കുന്ന ജോലികൾ ഇതോടെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. കനത്ത മഴയിൽ കൊടുങ്ങല്ലൂർ എറിയാട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പാലത്തിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. അപകടത്തെ തുടർന്ന് പാലത്തിന്റെ കൈവരിക്ക് കേടുപാട് സംഭവിച്ചു. 1 മണിക്കൂറിലധികം സമയം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അംഗം PK മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഹാർമണി റെസ്ക്യൂ പ്രവർത്തകർ ഗതാഗതം പുനഃസ്ഥാപിച്ചു. സിറാജ്, മുഹമ്മദ്, റാസിഖ്, റാഫി എന്നിവർ ചേർന്ന് മരം വെട്ടിനീക്കി. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെയുള്ള ലൈംഗികാതിക്രമം. മദ്രസ അധ്യാപകന് 5 വർഷം കഠിന തടവും പിഴയും. ബാലികയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മദ്രസ അധ്യാപകനായ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
2022 ഓഗസ്റ്റ് മാസം പകുതിയിൽ മതപഠനത്തിനെത്തിയ ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ച് ഇരിങ്ങാലക്കുട പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ തെക്കുംകര സ്വദേശി തൊയ്ബ് ഫർഹാൻ എന്ന 25-കാരനെയാണ് കോടതി ശിക്ഷിച്ചത്. കേസിലെ രേഖകൾ അറബിക് ഭാഷയിലായതിനാൽ രേഖകളുടെ തർജ്ജമ ഹാജരാക്കി അറബിക് ഭാഷാ വിദഗ്ധയെ അധിക സാക്ഷിയായി വിസ്തരിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. മാളയിൽ നിന്നും തൃശൂരിലേക്കുള്ള KSRTC സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. കോവിഡിന് ശേഷം പകുതി സർവീസ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് മാർച്ച് മാസം മുതൽ 2 ബസ്സുകൾ കൂടി പിൻവലിച്ചത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗോശ്രീ പാലം വഴി 2 ബസ്സുകൾ ആരംഭിച്ചതാണ് തൃശൂരിലേക്കുള്ള സർവീസ് കുറയാൻ ഇടയാക്കിയത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. എറണാകുളത്തേക്ക് ആരംഭിച്ച ബസ് ഒരു ദിവസം മുഴുവൻ സർവീസ് നടത്തിയാൽ ലഭിക്കുന്ന കളക്ഷനേക്കാൾ കൂടുതൽ തൃശൂരിൽ നിന്ന് മാളയിലേക്ക് ഒരു തവണ ഓടിയെത്തിയാൽ ലഭിക്കുമെന്ന് ഒരു വിഭാഗം ജീവനക്കാരുടെ വാദം. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ യാത്രക്കാർക്ക് 1 മണിക്കൂറിന് ശേഷമാണ് മാളയിലേക്ക് ബസ് ലഭിച്ചത്. തൃശൂരിൽ നിന്ന് 120 യാത്രക്കാരാണ് കയറിയതെന്ന് ബസ്സിലെ കണ്ടക്ടർ വ്യക്തമാക്കി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചവിട്ടുപടിയിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നതായി ബസ്സിലെ യാത്രക്കാർ പറഞ്ഞു. മാളയിലേക്ക് തൃശൂരിൽ നിന്ന് ബസ് സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് 100-ലധികം യാത്രക്കാർ കാത്തുനിന്നെങ്കിലും പലർക്കും കയറാൻ കഴിഞ്ഞില്ല. KSRTC ബസ് കുറവായതിനാൽ 1 മണിക്കൂർ കാത്തുനിന്ന് വരുന്നതിൽ കയറാൻ പോലും കഴിയാത്ത തിരക്കായതിനാൽ പലപ്പോഴും ഇരിങ്ങാലക്കുട വഴിയുള്ള സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. മാളയിൽ നിന്ന് 50 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് കോവിഡിന് ശേഷം 24 കുറച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കിയിരിക്കുകയാണ്. സർവീസുകൾ വെട്ടിക്കുറച്ചതിൽ ജീവനക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്. യാത്രാ ദുരിതം രൂക്ഷമായിട്ടും KSRTC അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രഭാഗങ്ങൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. അഷ്ടമിച്ചിറയിലെ ഗോഡൌണിൽ നിന്ന് 3 ലക്ഷം രൂപ വിലമതിക്കുന്ന യന്ത്രഭാഗങ്ങൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോൽക്കുന്ന് സ്വദേശികളായ പള്ളിയിൽ ശ്രീചന്ദ്, താവാട്ട് വീട്ടിൽ സജയൻ, പുല്ലുപറമ്പിൽ ഗിരീഷ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കവണപ്പിള്ളി വീട്ടിൽ മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ നിന്നാണ് ഇവർ മോഷണം നടത്തിയത്. ചാലക്കുടിയിലെ തെരുവ് നായ ആക്രമണം, അടിയന്തര നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗ തീരുമാനം. നഗരസഭാ പ്രദേശത്ത് പേവിഷബാധയുള്ള തെരുവ് നായ ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും നിരവധി തെരുവ് നായ്ക്കളെ കടിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗം തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. പേവിഷബാധയുള്ള നായ നിരവധി നായ്ക്കളെ ആക്രമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നായ്ക്കളുടെ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പൂർണ്ണ അധികാരം നൽകണമെന്നത് സംബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകാൻ യോഗം തീരുമാനിച്ചു. രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് 30, 31 തീയതികളിൽ തിരുവനന്തപുരത്ത് CCF ഓഫീസിന് മുൻപിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറി പനോളി വത്സൻ മാനേജറുമായുള്ള സംസ്ഥാന ജാഥയ്ക്ക് മെയ് 25-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കൊടകരയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന യോഗം കർഷക സംഘം ജില്ലാ ട്രഷറർ TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, കർഷക സംഘം നേതാക്കളായ MR രഞ്ജിത്ത്, സെബി ജോസഫ്, TG ശങ്കരനാരായണൻ, TP ജോണി, കാർത്തിക ജയൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, MV സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതിയും KK രാമചന്ദ്രൻ MLA, ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, രക്ഷാധികാരികളും
ടി.എ. രാമകൃഷ്ണൻ ചെയർമാനും എം.ആർ. രഞ്ജിത്ത് കൺവീനർ, സി.എം. ബബീഷ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 45 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8710 രൂപ, പവന് 69,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലമുകളിലെ കനത്ത മഴയെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം തകർത്തൊഴുകി. വേനലിനെ തുടർന്ന് ചാർപ്പ വെള്ളച്ചാട്ടം വറ്റിപ്പോയ നിലയിലായിരുന്നു. ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയിൽ കൊടുങ്ങല്ലൂർ എറിയാട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം. മദ്രസ അധ്യാപകന് 5 വർഷം കഠിന തടവും പിഴയും. മാളയിൽ നിന്നും തൃശൂരിലേക്കുള്ള KSRTC സർവീസ് വീണ്ടും വെട്ടിക്കുറച്ചതോടെ യാത്രക്കാർ പെരുവഴിയിൽ. ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രഭാഗങ്ങൾ മോഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ചാലക്കുടിയിലെ തെരുവനായ ആക്രമണം. അടിയന്തര നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗ തീരുമാനം. രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.